Second blood corpuscle ആണ് leukocytes or white blood corpuscles, that is WBC. It is the largest and least numerous blood cell. Average total count of WBC എന്ന് പറയുന്നത് 5000 to 8000 or more per cubic millimeter of blood. Then leukocytesന്റെ average lifespan എന്ന് പറയുന്നത് 4 to 12 days ആണ്. Leukocytes are colorless and nucleated amoeboid cells. They are mainly involved in defense against infections. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൽസ് ആണ് WBCs. എന്തെങ്കിലും ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. WBCs പല ടൈപ്സിലുണ്ട്. സോ അതിലുള്ള ചില ടൈപ്സ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ മാറ്റേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഇൻജസ്റ്റ് ചെയ്തിട്ട് അവർ തന്നെ ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ല്യൂക്കോസൈറ്റ്സ് നമ്മൾ ഫാഗോസൈറ്റ്സ് എന്ന് പറയും. സോ ഫാഗോസൈറ്റ്സ് വിൽ ഇൻജസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ഫോറിൻ മാറ്റേഴ്സ് ആൻഡ് ഇൻവേർട്ടിംഗ് മൈക്രോ ഓർഗാനിസം. ആ ഒരു പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ചില ല്യൂക്കോസൈറ്റ്സ് ഫാഗോസൈറ്റോസിസ് അല്ല ചെയ്യുന്നത്, അവർ ആ ഒരു നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത ആ ഒരു ഫോറിൻ മാറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. WBCs 5 ടൈപ്സിലുണ്ട്: ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ജനറലി ല്യൂക്കോസൈറ്റ്സ് 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദേ ആർ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ്. Granulocytes is also known as polymorphonuclear granulocytes or granular leukocytes, and agranulocytes are also known as agranular leukocytes. ഇതിൽ ന്യൂട്രോഫിലും ഈസ്നോഫിലും ബേസോഫിലും ആണ് ഗ്രാനുലോസൈറ്റ്സ്, ആൻഡ് മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്സ് ആർ ദ അഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് ഫോം ചെയ്യുന്നത് മൈലോയിഡ് ടിഷ്യൂവിലാണ്, ദാറ്റ് ഈസ് റെഡ് മാരോയിലാണ് ഗ്രാനുലോസൈറ്റ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് അഗ്രാനുലോസൈറ്റ്സ് ഫോം ചെയ്യുന്നത് ലിംഫോയിഡ് ആൻഡ് മൈലോയിഡ് ടിഷ്യൂവിലാണ്. ഗ്രാനുലോസൈറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി, ഇറ്റ് ഹാവ് ഗ്രാനുലാർ സൈറ്റോപ്ലാസം. ഈ സെൽസിൻ്റെ സൈറ്റോപ്ലാസം കണ്ടാൽ അറിയാം ഗ്രാന്യൂൾസ് ഉണ്ട്. സോ ഗ്രാനുലോസൈറ്റ്സ് ഹാവ് ഗ്രാനുലാർ സൈറ്റോപ്ലാസം ആൻഡ് മൾട്ടി ലോബുലാർ ന്യൂക്ലിയസ്. അവർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൾട്ടി ലോബുലാർ ആണ്. അതുകൊണ്ടാണ് പോളിമോർഫോന്യൂക്ലിയർ എന്ന് ഈ ഗ്രാനുലോസൈറ്റ്സിനെ വിളിക്കുന്നത്. ബട്ട് അഗ്രാനുലോസൈറ്റ്സിൽ മോർ ഓർ ലെസ് ഹോമോജിനസ് സൈറ്റോപ്ലാസമാണ് ഉണ്ടാകുന്നത് വിത്ത് ഓൺലി പ്രൈമറി ഗ്രാനുൾസ്. ഇവർക്ക് പ്രൈമറി ഗ്രാനുൾസ് മാത്രമേ ഉള്ളൂ അഗ്രാനുലോസൈറ്റ്സിന്. ബട്ട് ഗ്രാനുലോസൈറ്റ്സ് കണ്ടെയ്ൻ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രാനുൾസ് ഇൻ ദ സൈറ്റോപ്ലാസം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചില WBCs ഫാഗോസൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഫാഗോസൈറ്റോസിസ് നടത്തുന്നത്. അങ്ങനെ ഫാഗോസൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന WBCs ആണ് ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും. ദേ യൂഷ്വലി സെർവ് ആസ് ഫാഗോസൈറ്റ്സ്. ഫാഗോസൈറ്റ്സ് 2 ടൈപ്സിലുണ്ട്: മൈക്രോഫേജസ് ആൻഡ് മാക്രോഫേജസ്. മൈക്രോഫേജസ് മീൻസ് സ്മോൾ ന്യൂട്രോഫിൽസും മാക്രോഫേജസ് ലാർജ് മോണോസൈറ്റ്സും ആണ്. മിക്ക ല്യൂക്കോസൈറ്റ്സിനും കാപ്പിലറി വാളിനിടയിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഇന്റർസെല്ലുലാർ സ്പേസിൻ്റെ ഇടയിലൂടെ ക്രോൾ ചെയ്ത് മൂവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു എബിലിറ്റിനെയാണ് ഡയാപീഡസിസ് എന്ന് പറയുന്നത്. ടോട്ടൽ WBC കൗണ്ട് അബ്നോർമലി ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് ല്യൂക്കോപീനിയ എന്ന് പറയുന്നത്. സിമിലർലി WBC കൗണ്ട് അബ്നോർമലി ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് മാലിഗ്നൻസീസ് ഒക്കെ വരുമ്പോഴാണ് WBCയുടെ കൗണ്ട് ഹൈ ആവുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ല്യൂക്കോസൈറ്റോസിസ്. ല്യൂക്കോസൈറ്റ്സ് അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ല്യൂക്കോസൈറ്റ്സ് എല്ലാവരും ഇമ്മെച്യൂറും അബ്നോർമലും ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ലീഡ് ടു എ സീരിയസ് കണ്ടീഷൻ നോൺ ആസ് ലുക്കീമിയ ഓർ ബ്ലഡ് ക്യാൻസർ. ഫസ്റ്റ് ല്യൂക്കോസൈറ്റ് ആണ് ബേസോഫിൽ. ബ്ലഡ് സ്മിയർ എടുത്ത് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസോഫിൽ കാണുന്നത് ഇങ്ങനെയാണ്. ബേസോഫിൽസ് ആർ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ന്യൂമറസ് ഓഫ് ഓൾ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ്. അവരുടെ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് അത് നമ്മൾ ബേസിക് ഡൈസ് ഉപയോഗിച്ചിട്ട് സ്റ്റെയിൻ ചെയ്യുമ്പോൾ, ഡൈസിൻ്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ മെത്തിലിൻ ബ്ലൂ പോലുള്ള ഡൈ വെച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ അവർ ഡീപ്ലി സ്റ്റെയിൻ ചെയ്യും. ആൻഡ് ടോട്ടൽ ല്യൂക്കോസൈറ്റിൻ്റെ കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 to 1% ആണ് ഇവർ ഉണ്ടാവുന്നത്. ഒരു അമീബോയിഡ് ഫാഷനിലാണ് ഇവർ മൂവ് ചെയ്തിട്ട് ബാക്ടീരിയനെയൊക്കെ ഇൻജസ്റ്റ് ചെയ്യുന്നത്.
കാപ്പിലറീസിൽ നിന്ന് ബേസോഫിൽസ് മൂവ് ചെയ്തിട്ട് ടിഷ്യൂസിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് ഹെപ്പാരിൻ, ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ പോലെയുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. ആൻഡ് ബേസോഫിൽസ് ആർ ഓൾസോ ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻസ്. ബേസോഫിലിൻ്റെ കൗണ്ട് അബ്നോർമലി ഹൈ ആയി കഴിയുമ്പോൾ ഇറ്റ് വിൽ കോസ് ബേസോഫീലിയ ആൻഡ് ദർ അബ്നോർമലി ലോ കൗണ്ട് ഈസ് കോൾഡ് ബേസോപീനിയ. നെക്സ്റ്റ് WBC ആണ് ഈസ്നോഫിൽസ്. ലെസ് ന്യൂമറസ് ടൈപ്പ് ഓഫ് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ് ആണ് ഈസ്നോഫിൽ. ദെൻ ഇവരുടെ സൈറ്റോപ്ലാസ്മിക് ഗ്രാനുൾസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. സോ അവർ നന്നായിട്ട് സ്റ്റെയിൻ ചെയ്യും. ഇയോസിൻ പോലെയുള്ള ആസിഡ് ഡൈസ് ആണ് ഇവർ സ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് WBCസിൽ 1.5 to 3% ആണ് ഈസ്നോഫിൽസ് എന്ന് പറയുന്നത്. ഈസ്നോഫിലിനെ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഈസ്നോഫിൽസിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഗ്രാനുൾസിൽ 2 പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് ദേ ആർ മേജർ ബേസിക് പ്രോട്ടീൻ ഓർ MBP ആൻഡ് ഈസ്നോഫിലിക് കാറ്റയോണിക് പ്രോട്ടീൻ ഓർ ECP. ഇപ്പോൾ ഒരു പാരസൈറ്റിക് ആൻറ്റിജൻ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ബാക്ടീരിയയുടെ മെംബ്രെയിന് ഡിസ്റപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്ത് കളയുന്നതാണ് മേജർ ബേസിക് പ്രോട്ടീൻ ഓർ MBP. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത ആ ഒരു പാത്തജൻ, ആ ഒരു പാരസൈറ്റിക് ആൻറ്റിജന് ഫ്രാഗ്മെൻ്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയാനായിട്ട് MBPയുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസ്നോഫിലിക് കാറ്റയോണിക് പ്രോട്ടീൻ ഓർ ECP. പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് വന്നാലും സ്കിൻ ഡിസീസസ്, അതേപോലെ അലർജിക് കണ്ടീഷൻസ് സച്ച് ആസ് ആസ്മ, ഹേ ഫീവർ, ഇതേപോലെയുള്ള കണ്ടീഷൻസിലെല്ലാനും ബ്ലഡിൽ ഈസ്നോഫിൽസിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഈസ്നോഫീലിയ. ഈസ്നോഫിൽസിൻ്റെ കൗണ്ട് കുറയുന്ന കണ്ടീഷനാണ് ഈസ്നോപീനിയ. നെക്സ്റ്റ് WBC ഈസ് ദ ന്യൂട്രോഫിൽസ്. ദേ ആർ ദ മോസ്റ്റ് ന്യൂമറസ് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ല്യൂക്കോസൈറ്റ്സിൽ 50 to 60% ന്യൂട്രോഫിൽസ് ആണ്. ന്യൂട്രോഫിൽസിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോളിമോർഫിക് ആൻഡ് മെനി ലോബ്ഡ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം മെനി ലോബ്ഡ് ന്യൂക്ലിയസ് ആണ് ന്യൂട്രോഫിലിനുള്ളത്. Therefore, they are also called polymorphonuclear leukocytes or polymorphs. ന്യൂട്രോഫിൽസിന് കാപ്പിലറി വാൾസിലുള്ള ചെറിയ പോഴ്സിൽ കൂടെ ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് യൂസ് ഔട്ട് ചെയ്ത് പോകാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഡയാപീഡസിസ്. ആൻഡ് ഇൻ്റർസെല്ലുലാർ സ്പേസിൽ നിന്ന് ഇവർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ബോഡിയിൽ എവിടെയാണോ ആ ഒരു സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആൻഡ് സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്രോഫിൽ ഇങ്ങനെയായിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവുന്നത്. ഹൈലി ഫാഗോസൈറ്റിക് ആയിട്ടുള്ള WBC ആണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. സോ ദേ എക്സിബിറ്റ് അമീബോയിഡ് മൂവ്മെൻറ്റ്. ദേ ക്യാൻ എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. ബാക്ടീരിയനെയൊക്കെ എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് ന്യൂട്രോഫിലിന്. ബിക്കോസ് ഇവരുടെ ഗ്രാനുൾസിന് ബാക്ടീരിയനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈംസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഫാഗോസൈറ്റോസിസ് നടത്തുന്നത്. സോ ഇൻഫെക്ഷൻസിനൊക്കെ എതിരായിട്ടൊരു ഫസ്റ്റ് ലൈൻ ഡിഫെൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ന്യൂട്രോഫിൽസ്. ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന WBC എന്ന് പറയുന്നത് ന്യൂട്രോഫിലാണ്. ബ്ലഡിൽ ന്യൂട്രോഫിൽസിൻ്റെ കൗണ്ട് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്രോഫീലിയ ആൻഡ് ദർ അബ്നോർമലി ലോ കൗണ്ട് ഈസ് കോൾഡ് ന്യൂട്രോപീനിയ. ആൻഡ് നെക്സ്റ്റ് WBC എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ല്യൂക്കോസൈറ്റ്. ഇവർക്കൊരു ലാർജ് ഓവൽ ഷേപ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. ബേസിക് ഡൈസ് യൂസ് ചെയ്തിട്ട് ഈ ന്യൂക്ലിയസിന് സ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫാഗോസൈറ്റോസിസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള സെല്ലാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. സോ അവർക്ക് ബാക്ടീരിയ പോലുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ ഇൻജസ്റ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ന്യൂട്രോഫിൽസിൻ്റെ പോലെ തന്നെ മോണോസൈറ്റും ഇൻഫ്ലമേഷൻ ഉള്ള ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. മോണോസൈറ്റ് ഒരു ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ട്രിഫോൺസ്. ഈ ട്രിഫോൺസ് സെൽ ഡിവിഷൻ അതേപോലെ ഗ്രോത്തും റിപ്പയർ ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെൽസ് വീണ്ടും റിന്യൂ ചെയ്ത് സെല്ല് ഡിവൈഡ് ചെയ്യാനും ഗ്രോ ചെയ്യാനും റിപ്പയറിനൊക്കെ സഹായിക്കുന്നത് ഈ മോണോസൈറ്റ് റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രിഫോൺസ്. ആൻഡ് മോണോസൈറ്റ് സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ. ടോട്ടൽ ല്യൂക്കോസൈറ്റ്സിൽ ഒരു 4 to 7% ആണ് മോണോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദർ അബ്നോർമലി ഹൈ നമ്പർ ഇസ് കോൾഡ് മോണോസൈറ്റോസിസ് ആൻഡ് അബ്നോർമലി ലോ നമ്പർ ഇസ് കോൾഡ് മോണോപീനിയ.
ടൈഫോയിഡ് ഫീവർ, മലേറിയ, ട്യൂബർകുലോസിസ് ഒക്കെ വരുമ്പോഴാണ് മോണോസൈറ്റ്സിൻ്റെ നമ്പർ അബ്നോർമലി ഹൈ ആകുന്നത്. ദ നെക്സ്റ്റ് WBC ആണ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് ആർ വെരി ലാർജ് ആൻഡ് DNA rich nucleus ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ക്ലിയർ സൈറ്റോപ്ലാസം. ഇവർക്ക് വളരെ കുറച്ച് സൈറ്റോപ്ലാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ലാർജ് DNA rich nucleus ആയിരിക്കും ലിംഫോസൈറ്റ്സിന് ഉണ്ടാവുന്നത്. ദേ ആർ ദ സെക്കൻഡ് മോസ്റ്റ് ന്യൂമറസ് ല്യൂക്കോസൈറ്റ് നെക്സ്റ്റ് ടു ന്യൂട്രോഫിൽസ്. ന്യൂട്രോഫിൽസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ ല്യൂക്കോസൈറ്റ് ആണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ടിൽ 25 to 35% ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് റൗണ്ടഡ് സെൽസ് ആണ് വിത്ത് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഒഴിച്ച് എല്ലാ ടിഷ്യൂസിലും കാണാവുന്ന ഒരു WBC ആണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 to 200 days ആണ്. ഇവർക്ക് ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി കുറവാണ്. ചില ലിംഫോസൈറ്റ്സ് ട്രിഫോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ ലിംഫോസൈറ്റ് സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ലിംഫോസൈറ്റ്സ് മെയിൻലി നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. There are two major classes of immunologically active lymphocytes, namely B lymphocytes or B cell and T lymphocytes or T cell. രണ്ട് ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ് ആണ് B cells ആൻഡ് T cells. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു ആൻറ്റിജൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെ കില്ല് ചെയ്ത് കളയുന്ന ആൾക്കാരാണ് B cells. ബട്ട് T cells ടോക്സിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. They produce powerful toxins called lymphokines. ഈ ലിംഫോകൈൻ പോലെയുള്ള ടോക്സിൻ ആണ് ആൻറ്റിജൻസിന് കില്ല് ചെയ്ത് കളയുന്നത്. നമുക്ക് രണ്ട് ടൈപ്സിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ് ആണ് B cells ആൻഡ് T cells ഇൻ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. Abnormally high count of lymphocytes is called lymphocytosis and abnormally low count is called lymphopenia. വൂപ്പിംഗ് കഫ്, മലേറിയ, സിഫിലിസ്, ഹോട്ട്കിൻസ് ഡിസീസ് ഒക്കെ വരുമ്പോഴാണ് ലിംഫോസൈറ്റോസിസ്, അതായത് ലിംഫോസൈറ്റ്സിൻ്റെ കൗണ്ട് കൂടുന്നത്. നൗ ഫങ്ഷൻസ് ഓഫ് ല്യൂക്കോസൈറ്റ്സ്. ല്യൂക്കോസൈറ്റ്സിൻ്റെ മെയിൻ ഫങ്ഷൻ ബോഡി ഡിഫെൻസ് ആണ്. ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡീസും ലിംഫോകൈൻസും പ്രൊഡ്യൂസ് ചെയ്യും ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ആൻറ്റിജൻസ്. ദെൻ മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ഫാഗോസൈറ്റോസിസ് വഴി നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യും യൂസിങ് ദ ആൻറ്റി ബാക്ടീരിയൽ എൻസൈം ലൈസോസൈം. ദെൻ ബേസോഫിൽസും ഈസ്നോഫിൽസും ആൻറ്റി ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും, അവർ ബാക്ടീരിയൽ പ്രോഡക്ട്സിനെ ന്യൂട്രലൈസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് റിലീസ് ഓഫ് ട്രിഫോൺസ്. മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ട്രിഫോൺസ് റിലീസ് ചെയ്യും വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദ സെൽ ഡിവിഷൻ, ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഇൻ ടിഷ്യൂസ്. നമ്മുടെ ബോഡിയിൽ അലർജിക് റെസ്പോൺസസ് ഇൻഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് അലർജൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അലർജൻസിനെതിരായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഈസ്നോഫിൽസ്. ദെൻ ബേസോഫിൽസ് ലിവറിൽ ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ WBCൻ്റെ അനദർ ഫംഗ്ഷനാണ് ഫാഗോസൈറ്റോസിസ്. ദെൻ വൂണ്ട് ഹീലിംഗ് ആൻഡ് സ്കാർ ഫോർമേഷൻ.